ഹലോ. പല സ്ഥാപനങ്ങളും തങ്ങളുടെ സ്റ്റാഫ് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു ഫാമിലിയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ റിയാലിറ്റി എന്തെന്ന് കഴിഞ്ഞാൽ ഒരു നല്ല സ്ഥാപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നുണ്ടാവണം. അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടാവണം. അവിടുത്തെ സ്റ്റാഫുകൾ കൃത്യമായിട്ട് ലീവുകൾ കിട്ടുന്നുണ്ടാവണം. അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് എല്ലാവിധ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റുകളും കിട്ടുന്നുണ്ടാവണം. ഇങ്ങനെ പറഞ്ഞ് ഇത് മാത്രം മതി നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫ് 5 വർഷത്തിന് ശേഷമാണ് റിസൈൻ ചെയ്ത് പോകുന്നതെങ്കിൽ അവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടാവണം. അതുപോലെ തന്നെ ഇയർലി ബോണസ് കിട്ടുന്നുണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ചെലവഴിക്കുന്ന സമയത്ത് ജോലിയുടെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പാടില്ല. അത് റിയാലിറ്റി. എത്രയൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ ജോലിയുടെ വർക്ക് പ്രഷറും സംഭവങ്ങളും കടന്നു വരും. എങ്കിൽ പോലും വീട്ടിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ ജോലി ചിന്ത മാത്രമാണെങ്കിൽ അവിടെ എങ്ങനെ വർക്ക് ലൈഫ് എന്നൊരു ചിന്ത അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊരു കൺസെപ്റ്റ് കടന്നു വരും. അപ്പോൾ റിയാലിറ്റി എന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥാപനം എല്ലാ രീതിയിൽ വേണ്ട എല്ലാവിധ ബെനിഫിറ്റുകളും ഒപ്പം തന്നെ അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ സംഭവം കൃത്യമായിട്ട് കൊടുക്കുക. അവരെ കൃത്യമായിട്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ പല കമ്പനി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മോശം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു മോശം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ശിക്ഷിക്കുക, അല്ലെങ്കിൽ മാക്സിമം അവരെ നെഗറ്റീവായിട്ട് പറയുകയും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വാക്കുകൾ കൊണ്ട് അവർക്കൊന്ന് ഒരു പ്രോത്സാഹനം കൊടുക്കാൻ ഒരു കമ്പനികളും അല്ലെങ്കിൽ ഒരു ലീഡേഴ്സും ശ്രമിക്കാറില്ല. പിന്നെ പലപ്പോഴും പല കമ്പനികളും ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോൾ അവരെ മാക്സിമം ഒന്നുകിൽ പുറത്താക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവരെ ആ ഒരു മിസ്റ്റേക്ക് എങ്ങനെ വന്നെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാതെ അവരുടെ മേളിൽ കുറ്റമായിട്ട് കാണുന്ന ഒരു കമ്പനികൾ പലപ്പോഴും കണ്ടുവരുന്നു. കമ്പനികളെ പറയാൻ പറ്റില്ല, ആ ലീഡേഴ്സ്. അപ്പം ഒരു നല്ല സ്ഥാപനം എങ്ങനെ തിരിച്ചറിയാം? സ്റ്റാഫുകൾക്ക് നോളജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അവർക്ക് എല്ലാവിധ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റുകളും കിട്ടുക, അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് ഡെവലപ്പ് ചെയ്യുക. ഒപ്പം തന്നെ അവർക്ക് ഏതൊക്കെ രീതിയിൽ അവരുടെ കരിയറിനകത്ത് വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് അവർക്ക് സ്വന്തമായിട്ടും അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഇനി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ, നിങ്ങൾ നല്ലൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ശമ്പളം കൃത്യം പറഞ്ഞ ദിവസത്തിന് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റും കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ബോണസ് ആയാലും നിങ്ങൾക്ക് ലീവുകളായാലും തുടങ്ങിയ എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ടോ, ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഒപ്പം തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.